ഷനാൻജ് മഷ്റഫ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയ്യിലേക്കുള്ള പ്ലാനറും ബുള്ളറ്റ് ജേണലൊക്കെയാണ്. അപ്പോൾ മെയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ബുള്ളറ്റ് ജേണൽ അഥവാ പ്ലാനറാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയ്യിലെ പ്ലാനറിൻ്റെ തീം എന്ന് പറയുന്നത് ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ സ്മൈലിയാണ് തീമായിട്ട് കൊടുക്കുന്നത്. തീമിൻ്റെ കളർ ഇങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പലതരത്തിലുള്ള കളറും കൊടുക്കാം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ചെറിയൊരു കോട്ട് എഴുതിയിട്ടുണ്ട്, എന്താ പറയുക, ഫോക്കസ് ഓൺ ബീങ് പ്രൊഡക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് ബിസി. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റീവിൻ്റെ ഒരു കോട്ടാണ്. അപ്പം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ബിസി ആകാം, ആ ഒരു രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള കോട്ടൊക്കെ എഴുതാം. പിന്നെ ഇവിടെ മെയ് 2021 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പേജ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇനി നമുക്ക് ഓരോ പേജിലേക്കും പോകാം. Gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the race, you'll never look back once you felt that. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. Think about others way before myself, yeah. I guess that's why I feel like I go through hell, damn. Wasting time on your dreams instead of my. ഇത് നമ്മുടെ വെക്കേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള പേജാണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോ നൈറ്റ് ഇവിടെ എഴുതും, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാനിവിടെ നമ്മുടെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഭംഗിയാക്കുന്നുണ്ട്. ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. അപ്പം ഇതിൽ ഞാൻ നിങ്ങൾക്ക് വെക്കേഷൻ്റെ ഓരോ ആക്ടിവിറ്റീസൊക്കെ എഴുതി കാണിച്ചു തരാം. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കളറായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്രേ ആണ്. അതിൻ്റെ കൂടെ ഗ്രേ കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതിലോട്ട് കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു മാസത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ഈ മാസം എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ചെയ്യാം. ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമല്ലോ, പുതിയൊരു ക്ലാസ്സിലോട്ട് പോകല്ലേ. അപ്പോൾ സ്റ്റഡി ഏരിയയും ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് പഴയ ബുക്സൊക്കെ എടുത്തിട്ട് പുതിയ ബുക്സൊക്കെ വെച്ച് അങ്ങനെ ഒരു ക്ലീനിങ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മേക്ക് ഓവർ, നിങ്ങൾക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും മേക്ക് ഓവർ ചെയ്യാം, വെക്കേഷനൊക്കെ അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ ആ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെക്കേഷനിൽ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാർഡനിങ് ചെയ്യാം. അങ്ങനെ ഗാർഡനിങ്ങും പ്ലാന്റ്സുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഗാർഡനിങ് ചെയ്യാം. അടുത്ത ഞാനിവിടെ റൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിനെക്കുറിച്ചോ, അതായത് ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചോ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ എന്തൊരു കാര്യത്തെക്കുറിച്ചോ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ അന്വേഷിച്ച് അതിനെക്കുറിച്ച് വിശദമായി കണ്ടെത്തിയിട്ട് A4 ഷീറ്റിലോ ചാർട്ട് പേപ്പറിലോ ഒക്കെ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് A4 എഴുതി ഇങ്ങനെ ആ A4 ഇതെല്ലാം നിങ്ങൾക്കിങ്ങനെ ബണ്ടിൽ ചെയ്തൊക്കെ വെക്കാം. എന്താ പറയുക, പേപ്പർ ഫയലിലൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ വെക്കാം, ഫയലിലിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് എഴുതാവുന്നതാണ്. അതാണ് ഞാൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുത്തത്. പിന്നെ റീഡിങ് ബുക്സ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ് സ്റ്റഡി, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, പിന്നെ GK സ്റ്റഡി ഉണ്ട്. GK സ്റ്റഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള വാർത്തകൾ, പുതുതായിട്ട് വന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ ഒട്ടിക്കാം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പാരഗ്രാഫൊക്കെ ഒരു നോട്ട്ബുക്ക് എടുത്ത് തയ്യാറാക്കുകയൊക്കെ ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കാം, പിന്നെ ലേൺ എ ന്യൂ സ്കില്ല്, പാട്ട് പഠിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ക്രിയേറ്റ് ഫോട്ടോ ആൽബംസ്. അതല്ലാതെ നിങ്ങൾ ഈ സയൻസിലൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ പഴയതിനെ പുതിയതാക്കിയിട്ട് അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ മെയ് മാസത്തിലെ പ്ലാനറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പേജാണ് ഡെയിലി ജേണൽ എന്ന് പറയുന്ന ഈ ഒരു പേജ്. ഇനി ഞാൻ ഈ ഒരു പേജിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. അതായത് ഇത് നമ്മുടെ ഡെയിലി ജേർണലിംഗ് ആണ്. ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഈ ജേണൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ എഴുതുക, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് രാത്രി എഴുതുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അതായത് രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ എഴുതണം, രാത്രി എഴുതണം. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഈ ഒരു രണ്ട് രീതിയിൽ എന്തായാലും നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നിനെ കുറിച്ചും പറഞ്ഞുതരാം. നിങ്ങൾ ഈ ജേണലിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഡെയിലി നിങ്ങൾക്കുള്ള ഗോൾസ് നിങ്ങൾ എഴുതണം. നിങ്ങൾ ഇന്ന് എന്തൊക്കെ ഗോൾസ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ എഴുതുക, പേപ്പറിൽ ഇങ്ങനെ എഴുതുക. അങ്ങനെ ഡെയിലി നിങ്ങൾ എഴുതുക. ഈ മെയ് മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ അങ്ങനെ എഴുതുക. അതെല്ലാം കഴിഞ്ഞ അവസാനം നിങ്ങൾക്ക് ഇത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഏതൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ പോലും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾ എഴുതാം. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെയാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ആകും. അടുത്തത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ ജേണലിൽ എഴുതാം. നിങ്ങൾ എന്തെങ്കിലും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അന്ന് ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും എഴുതാം. അത് നിങ്ങൾക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. പിന്നെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് എഴുതാം. നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെങ്കിൽ അത് എഴുതാം. അത് നിങ്ങൾ സോൾവ് ചെയ്തു എങ്കിൽ ആ സോൾവ് ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രെസ് ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ ശേഷം ആ സ്ട്രെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. എനിക്ക് എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം, എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ സ്ട്രെസ് ആയിരിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഈ സ്ട്രെസ്സിനെ മാറ്റാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാം, ഇങ്ങനെ നിങ്ങളുടെ എല്ലാ തോട്ട്സും ഇങ്ങനെ എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ എല്ലാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു തോന്നലുണ്ടാകും. നിങ്ങളുടെ സ്ട്രെസ്സെല്ലാം നിങ്ങൾ പേപ്പറിൽ എഴുതി, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതെല്ലാം പോകും. അടുത്തത്, ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. അന്ന് രാത്രിയാണ് ഇതൊക്കെ എഴുതേണ്ടത്. ഗോൾസൊക്കെ രാവിലെയാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളൊരു ചെടി നട്ടെങ്കിൽ അത് എഴുതാം. നിങ്ങൾ ടീച്ചർ അപ്രിഷ്യേറ്റ് ചെയ്തെങ്കിൽ അത് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് അത് എഴുതാം. ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ ജേണൽ എഴുതേണ്ടത്. സ്പെഷ്യൽ ഹാബിറ്റ് ട്രാക്കറിന് ഞാൻ ഈ ഒരു പേജ് തന്നെയാണ്, ഏപ്രിലെ പേജ് തന്നെയാണ് മെയ്ക്കും എടുക്കുന്നത്. കാരണം ഞാൻ വേറെ പേജ് എടുത്തിട്ടില്ല, കാരണം ഇവിടെ ഓൾറെഡി പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ മെയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ സൈഡിൽ ഞാനിവിടെ മെയ്ന്നും കൂടി എഴുതുന്നുണ്ട്. ഈ പേജിൽ തന്നെ സ്പേസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വേറൊരു പേജ് എടുക്കാത്തത്.